കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായമാണ്. അവിടെ അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു ശതാധിപന് പ്രിയനായ ദാസൻ, 100 പേർക്ക് അധിപതിയായ ഒരു മനുഷ്യന് പ്രിയനായ ഒരു ദാസൻ. അയാൾക്ക് വേണ്ടി യഹൂദന്മാരുടെ മൂപ്പന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയക്കുകയാണ്. അപ്പോൾ അയാൾ വന്നിട്ട് നല്ല അഭിപ്രായം യേശുവിനോട് പറയുക. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, യേശു വന്ന് തൻ്റെ ദാസനെ സൗഖ്യമാക്കേണ്ടതിന്. യേശു നടന്ന് അയാളുടെ വീട് വരെ എത്തുമ്പോൾ ഇയാൾ പറയാണ്, തൻ്റെ സ്നേഹിതന്മാരെ അയച്ചിട്ട് പറയാണ്, കർത്താവേ, നീ വീട്ടിലോട്ട് വരണ്ട, അതിനുള്ള യോഗ്യത എൻ്റെ വീടിനില്ല, നിൻ്റെ അടുത്ത് വരാനുള്ള യോഗ്യത എനിക്കുമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുകയില്ല, അവിടം വരെ വന്നില്ലേ, വീട്ടിൽ കയറി ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് വിടണ്ടേ, ദൈവദാസനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ലേ. പക്ഷെ കർത്താവിനങ്ങ് ഇഷ്ടപ്പെട്ടു. മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ചെല്ലുമ്പോൾ യേശുവിൻ്റെ മനോഭാവം നമുക്ക് വ്യക്തമാണ്. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കർത്താവിനെ സന്തോഷിപ്പിക്കാമെന്നുള്ളതല്ല കർത്താവിന് സന്തോഷം. അവന് കൊടുക്കേണ്ട റെവറൻസ്, ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ്. റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് അത് കൺഫേം ചെയ്യുകയാണ്. ചില ആൾക്കാർ ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ടും ഇവൻ ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാക്കിയിട്ടും അവന് ബഹുമാനം കൊടുത്തില്ല. എന്താണെന്നറിയാവോ? അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇന്നും അത് തന്നെയല്ലേ? യേശുവിനെ ബഹുമാനിച്ചാൽ, യേശുവിനെ ആരാധിക്കാൻ പോയാൽ മനുഷ്യരാലുള്ള മാനം പോകും എന്നൊരു ഇടർച്ചക്കല്ല് വെച്ചിരിക്കുകയാണെന്നേ. ഹല്ലേലൂയ. കർത്താവ് അത് പരീക്ഷയായിട്ട് തന്നെ വെച്ചിരിക്കുക. മതിയെന്നേ കർത്താവിനെ സാക്ഷിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വന്ന അനുഗ്രഹം മേടിച്ചു, അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു. ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാനം നോക്കിയ പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചു. അയാൾ വിചാരിച്ചെന്താണ്? യേശുവിന് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുമ്പോൾ, ഒരു ഡിന്നർ കൊടുക്കുമ്പോൾ എല്ലാമായി. അയാൾ നല്ല ആടും കോഴിയും ബിരിയാണിയും എല്ലാം ഒരുക്കി വെച്ച് കാണും. യേശുവിനെ ഞാൻ സൽക്കരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് കാണും. അയാളുടെ സ്നേഹിതന്മാരെയും വിളിച്ച് കാണും. ആ പൊങ്ങച്ചത്തിൽ ഇയാൾ കാലിന്മേൽ കാലും കയറ്റിയിരിക്കുകയാണ്. യേശു വന്നിട്ട് യേശുവിൻ്റെ കാലിന് വെള്ളം കൊടുത്തില്ല, യേശുവിനെ ഹഗ് ചെയ്തില്ല, കിസ് ചെയ്തില്ല. യേശു അതൊക്കെയാണ് ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ മടിയിലിരുന്ന മകൻ, സർവ്വഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവൻ്റെ അടുക്ക് എന്ത് പൊങ്ങച്ചം കാണിക്കാനാണ്? അപ്പോൾ യേശു ആരെന്നറിയുക, അറിഞ്ഞവനെ മഹത്വപ്പെടുത്തുക, അതാണ് കർത്താവിന് ഇഷ്ടം. ഇവിടെ ഈ ശതാധിപൻ കർത്താവിൻ്റെ അപ്രിഷിയേഷൻ നേടിയത് അതാണ്. അയാൾ പറയാണ്, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, 100 പേരുണ്ട്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, ഞാൻ സഹസ്രാധിപൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരാളോട് പോകുക എന്ന് പറഞ്ഞാൽ പോകും, വരിക എന്ന് പറഞ്ഞാൽ വരും, ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യും. ഞാൻ ഈ ആൾക്കാരോട് എങ്ങനെ ഇടപെടുന്നോ അതുപോലെ ആത്മീയമായ ആത്മമണ്ഡലത്തിൽ പ്രപഞ്ചത്തിൽ നിനക്ക് അധികാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യനല്ല ഞാൻ. ഒരു ശതാധിപൻ്റെ വീടും അവൻ്റെ വീട്ടിലെ പത്രാസും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അയാൾ പറയണം, നോ കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. ആ ഹൃദയത്തിൻ്റെ താഴ്മയാണ് കർത്താവിന് ഇഷ്ടപ്പെട്ടത്. 2, നിൻ്റെ അടുത്ത് വരാൻ എനിക്ക് യോഗ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്നേഹിതന്മാരെ മൂപ്പന്മാരെ അയച്ചത്. ഇവിടെയോ പരീശൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചത്. അങ്ങനെയല്ല പറയേണ്ടത്. യേശുവിനോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പരീശൻ അയാളെ ക്ഷണിച്ചെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് തെറ്റൊന്നുമല്ല എന്ന് നമുക്ക് തോന്നിയാലും ആത്മീയത്തിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ അങ്ങനെയാണ്. ഉദാഹരണത്തിന് 1 കൊരിന്ത്യർ 16 യെരുശലേമിലേക്കുള്ള ധർമ്മശേഖരം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കൊരിന്ത്യരുകാർ. അവരോട് പൗലോസ് എഴുതുകയാണ് 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ, ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കാം. ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ, ശ്രദ്ധിച്ചാണ്, ഞാൻ അവരുടെ കൂടെ പോകാമെന്നല്ല, അവർക്ക് എന്നോടുകൂടെ പോരാം. കണ്ടോ, ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രോട്ടോക്കോൾ. യേശുവിനോടുകൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ യേശുവിനെ ക്ഷണിക്കുന്നു. എന്നോടുകൂടെ ഭക്ഷണം കഴിക്കാൻ അവനെയല്ല. മറിച്ച് യേശുവോ നമ്മളെയും കൂടെ ബഹുമാനിച്ചാണ് പറയുന്നത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു,
ആരെങ്കിലും വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും. കണ്ടോ, ഇതൊക്കെ കർത്താവ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവന് എന്ത് റെവറൻസ് കൊടുക്കുന്നു? പള്ളിയിലച്ഛനോ, തിരുമേനിക്കോ, ഉപദേശിക്കോ, പാസ്റ്ററിനോ, MLAയ്ക്കോ, മന്ത്രിക്കോ, പ്രധാനമന്ത്രിക്കോ, ഗവർണറിനോ, സിനിമാ നടന്മാർക്കോ, സെലിബ്രിറ്റീസിനോ? ആരെ പ്രതിയാണ് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുള്ളുന്നത്? ആരെ പ്രതി കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കുന്നത്? അവൻ്റെ വചനം കേൾക്കുമ്പോൾ, അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, അവൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളൊന്ന് തുള്ളുന്നുണ്ടോ, ചാടുന്നുണ്ടോ, ആർപ്പിടുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടവൻ. ഹല്ലേലൂയ. നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവാത്മാവ്. നമുക്കവനെ അധികമായി സ്നേഹിക്കാം, ബഹുമാനിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവ് കൃപ നൽകട്ടെ, സഹായിക്കട്ടെ വിജയകരമായൊരു ജീവിതത്തിന്. ആമേൻ.